ഇനി നിങ്ങൾ ചിന്തിക്കുക, മറ്റൊന്ന് പ്രധാനമായി വീട്ടിലുള്ള വസ്ത്രങ്ങൾ അത് വൃത്തിയോടെ അടുക്കും ചിട്ടയും പാലിച്ചുകൊണ്ടായിരിക്കണം. അയലിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതുപോലെ ആറിയിടുന്ന ഉടയാടകൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിന് പുറത്ത് മഴ പെയ്തിട്ട് അകത്തായിരിക്കും ഇതൊക്കെ ചെയ്യാം. അപ്പൊ തൽക്കാലം എന്ന് പറഞ്ഞിട്ട് റൂമിലൊക്കെ തലങ്ങും വലങ്ങും അയൽ കെട്ടിയിട്ടുണ്ടാവും. അതിമലോ ആറിട്ടതിന്റെ മേലെ വേറെയും ആറിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് നന്നായി ഉണങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മടക്കി പെട്ടിയിലോ അളമറയിലോ ഒക്കെ വെച്ചാൽ പിന്നെ അത് ഇട്ട് പോകുമ്പോഴാണ് അതിന്റെ ദുർഗന്ധം ഉണ്ടാകുക. മാത്രമല്ല ആ ഡ്രസ്സ് പിന്നെ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ഇതിനു പുറമെ ഉടയാടകളൊക്കെ ആറിയിടുമ്പോ എന്ത് വേണം? വെയിലത്ത് ആറിയിട്ട് ഉണക്കിയെടുത്താൽ അത് അണുക്കള് നശിക്കാൻ കാരണമാകും. വെയിലുള്ളിടത്ത് ഇടുമ്പോ എന്ത് ചെയ്യണം? വസ്ത്രങ്ങളുടെ ഉൾഭാഗം മറിച്ചിട്ടായിരിക്കണം വെയിലത്തിടുന്നത്. പുറംഭാഗം വെയിലത്തിട്ടാൽ ആ ഭാഗം പെട്ടെന്ന്, ചില വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അതിന്റെ നിറമൊക്കെ പോകും. അപ്പം ഉൾഭാഗം മാത്രം വെയിൽ കൊള്ളുന്നിടത്തിടുക. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വസ്ത്രവും വേറെ വേറെ അടുക്കി വെക്കുക. ചില വീട്ടിൽ രാവിലെ ബഹളം കാണാറുണ്ടല്ലോ. എന്താ കാരണം? ഒരുത്തൻ പറയും എന്റെ പാന്റ് കാണുന്നില്ല, എന്റെ പാന്റാ മറ്റോനെടുത്തെന്ന് വാശി, അല്ല എന്റേതാന്ന് ഇവന്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കും ബഹളം ഉണ്ടാകുന്നതുകൊണ്ടാ. ഇതൊന്നായിട്ട് അവലുകഞ്ഞിയാണ്, എല്ലാം കൂടിയും കൊണ്ടുപോയിട്ട് ഒന്നിലിട്ടത്. അത് ഒരുത്തങ്ങോട്ട് എടുക്കും, മറ്റത് അങ്ങോട്ട് എടുക്കും, ഇങ്ങനെ ആവും. ഇതിന് പകരം ഒരു ബഹളവും ഇല്ലാത്ത സമാധാനം നിറഞ്ഞ കുടുംബമാവാനും കൂടി അനിവാര്യമാണ് ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ പ്രത്യേകം പ്രത്യേകം അടുക്കി വെച്ച് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുക്കുക. നിന്റേത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. ഇങ്ങനെ നല്ല അടുക്കും ചിട്ടയും അവിടെ ഉണ്ടായിരിക്കണം. ഇതിന്റെ പുറമെ നമ്മുടെ വീട്ടിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആ വീട് കൊതുക് വളർത്ത് കേന്ദ്രമാകാൻ പാടില്ല. ഇന്ന് പല വീട്ടിലും കേറിയാട്ടിയിരുന്നാൽ ഡോക്ടർമാര് വരികയാണ്, നഴ്സുമാര് വരികയാണ്, ഓല് പരിശോധിക്കുന്നു, ഇഞ്ചക്ഷൻ ചെയ്യണ്, നമ്മളിങ്ങനെ ചൊറിഞ്ഞു കൂടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം കൊതുകുകൾ പെരുകുന്നത്? അവിടെ വീട് ഭരിക്കുന്നവർ ജാഗ്രത പാലിക്കാത്തത് കൊണ്ടാണ്. വീട്ടിന്റെ അകത്തോ പുറത്തോ വെള്ളക്കെട്ടുകൾ ഉണ്ടാകരുത്. ജലജന്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചിക്കുൻകുനിയ, അതുപോലെ ഡെങ്കിപ്പനി, മലമ്പനി ഉൾപ്പെടെയുള്ള ഈ രോഗങ്ങൾ മുഴുവനും മാരകമാണ്. പലപ്പോഴും യഥാസമയത്ത് കണ്ടെത്താതെ പോയാൽ മരണത്തിൽ കലാശിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുള്ള പ്രധാന വഴി കൊതുകുകളുടെ നശീകരണം തന്നെയാണ്. കൊതുകുകളെ നശിപ്പിക്കാൻ എന്താണ് മാർഗം? കൊതുകിന് വളരാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുക. എന്നാ പെട്ടെന്ന്, അല്ലാതെ ചുമരുമൽ വെച്ച് ഓരോ കൊതുകിന് ഇങ്ങനെ വരച്ചിട്ടാല് നമ്മളെ വീട് കേടുക എന്നല്ലാതെ കൊതുക് തീരൂല. കൊതുക് തീർന്നു പോകണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിന്റെ അകത്തും പുറത്തും ഉണ്ടാകരുത്. വീട്ടിന്റെ അകത്തുണ്ട് നല്ലൊരു താവളം. നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. ഇനി നാളെ ഒന്ന് പോയിട്ട് നോക്കാം. ഏതാണ് ആ താവളം എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തുള്ള ട്രേ അതൊന്ന് എടുത്തു നോക്കൂ. അതിലാണ് ഈ കൊതുകുകൾ നല്ലൊരു ഭാഗം മുട്ടയിട്ട് വളർന്നു വലുതാകുന്നത്. ഇത് ചുമരിന്റെ അടുപ്പ് അങ്ങോട്ട് അടുപ്പിച്ച് ബാഗ് കൂടെ പോയിട്ട് ഇത് എടുക്കണ്ടേ? അത് എടുക്കാൻ കഴിയില്ല. നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്ത് കരണ്ട് പോയാൽ അവിടെ അട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഐസും കട്ടകളൊക്കെ ഒരുകി ഒലുക്കും. അതിന് ചെന്ന് നിൽക്കാൻ വേണ്ടിയാണ് ആ ബാക്കിൽ പാത്രം വെച്ചത്. അത് നിറയുമ്പോൾ നമ്മൾ എടുത്തു മാറ്റി കൊടുക്കണം. പക്ഷെ അതാരും എടുത്തു നോക്കില്ല. അവിടെയാണ് നല്ലൊരു ഭാഗം കൊതുകുകൾ വളരുന്നത്. വാതിലൊക്കെ അടച്ച് ജനാലൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെന്താ ഈ നേരത്തെ ഇവിടെ ഒരു കൊതു? ഇവരകത്തുള്ളവരാ, അത് പുറത്തുനിന്ന് വരുന്നതല്ല. അപ്പൊ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ താവളം ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ട്രെയിലെ വെള്ളം എടുത്ത് മാറ്റണം. ഇതുപോലെ നിങ്ങൾക്കൊരു പക്ഷെ കണ്ടാൽ കൊതുക് വളർത്ത് കേന്ദ്രാന്ന് തോന്നൂല. വീടിന്റെ മുൻവശത്ത് വെച്ച പൂച്ചട്ടിയാണ്. ആ പൂച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊതുക് മുട്ടയിട്ട് വളർന്ന് വികസിക്കും. ഇതുപോലെ പറമ്പിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, തൊണ്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന പ്ലേറ്റുകൾ, കുപ്പിച്ചില്ലുകൾ ഇത്യാദി വസ്തുക്കളിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ അതിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. വീടിന്റെ പരിസരത്തൂടെ നടന്ന് ഇത്യാദി വസ്തുക്കളൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നമ്മൾ അതിനെ സംസ്കരിച്ചിരിക്കണം. എന്നാൽ
നമ്മളെ വീട്ടിൽ കൊതുകിന്റെ ശല്യം ഉണ്ടാകൂല, രോഗങ്ങൾക്ക് വളരെ കുറവുണ്ടാകും. ഇതുപോലെ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിന്റെ ആല കുഴി ഉണ്ടാകും, വളം കെട്ടി നിൽക്കുന്നത്. അതിൽ വെള്ളം കെട്ടിയെന്ന് അതിൽ നല്ലൊരു വിഭാഗം കൊതുകുകൾ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യണം? മണ്ണെണ്ണ പോലുള്ള ലായനി അതിലൊഴിച്ച് കൊതുകിന്റെ മുട്ട നശിപ്പിക്കണം. ഇതുപോലെ വീടിന്റെ മുകൾ ഭാഗത്ത് പലരും ആണുങ്ങളില്ലാത്ത വരെയാണെങ്കിൽ കയറി നോക്കലെന്നല്ല, അതിങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞിട്ട് വീട് ചോർന്നൊലിക്കുമ്പോഴാണ് വിവരറിയാം. കാരണം വെള്ളം പോകുന്നില്ല എങ്ങോട്ടും, അതൊക്കെ അടഞ്ഞിടക്കാണ്, വെള്ളം കെട്ടി നിൽക്കാണ്. അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളം. ആരും വരാത്ത സ്ഥലം, മഴക്കാലത്ത് പ്രത്യേകിച്ചും. അവിടെ നിന്ന് വളർന്നിട്ട് അവർ ഉള്ളിലേക്ക് കടന്നു വരും മോന്തിയാവുമ്പോൾ. ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വീടിന്റെ അകത്തും പരിസരത്തും ഒക്കെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതാണ് വീട് ഭരണത്തിൽ പ്രധാനമായും ഉമ്മമാര് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇനി ഞാൻ പറയട്ടെ, അടുക്കും ചിട്ടയും അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വീട്ടിൽ ശുദ്ധിയും വൃത്തിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ നല്ല അടുക്കും ചിട്ടയും ഒതുക്കം വേണം. പുരയിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗ വസ്തുക്കൾ. ഇതൊന്നും ഒരു ശല്യമായി നമ്മെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ചില വീട്ടിന്റെ ഒക്കെ മുന്നിൽ നമ്മളങ്ങോട്ട് എത്തി നോക്കിയാൽ, ഇവിടെ ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ പേരിലൊരു ലാത്തി ചാർജ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ചെരുപ്പുകൾ ഇങ്ങനെ ചെതറിക്കിടക്കുക പൊരന്റെ മുമ്പിൽ. ഒരു 10 ആളുണ്ടെങ്കിൽ പറയും വേണ്ട, ആ പൊരന്റെ മുമ്പിൽ ധാരാളം ചെരുപ്പ് അങ്ങനെ ഇങ്ങനെയും കിടക്കുക. അങ്ങനെ ഉണ്ടാവരുത്. ചെരുപ്പുകൾ അത് സൂക്ഷിക്കാൻ ഒരു സ്ഥലം, ആ സ്ഥലത്ത് തന്നെ എടുത്തു വെക്കുക, അവിടുന്ന് തന്നെ എടുത്തു ഉപയോഗിക്കുക. ഇങ്ങനത്തെ ഒരു ചിട്ട വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉമ്മ ശ്രദ്ധിക്കണേ. വീട്ടിലുള്ള ഉമ്മ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ആ കാര്യം ഒരു 2 ദിവസം ശ്രദ്ധിച്ചാൽ പിന്നെ കുട്ടികൾ തനിയെ ചെയ്യുക, അതൊരു ശീലമാക്കുക. അങ്ങനെ എല്ലാവരും ചെരുപ്പ് ക്രമീകരിച്ചു വെക്കണം. ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, ചില പൊരന്റെയൊക്കെ ആ കോണിക്കൂട്ടിൽ കാട് നോക്കിയാലുണ്ടാവും അവിടെ ഒരു 8-10 പെട്ടി. ഇതേതാ? ഇത് 79 കുവൈത്ത് നിരുമ്പം മാപ്പ് കൊണ്ടുവന്ന, മറ്റൊരോ അത് 84 ഖത്തർ നിരുമ്പം കൊണ്ടുവന്ന. എന്താ പൈലുള്ളത്? ഒന്നുമില്ല, ഇങ്ങനെയാണ് നിൽക്കുകയാണ്. ഇങ്ങനത്തെ 5 പെട്ടി നമ്മൾ വരുമ്പോ സ്വാഗതം ചെയ്യും. പിന്നെ റൂമിൽ കയറിയിട്ട് ആ റാക്കുമലൊക്കെ നോക്കിയാലോ അവിടെയുണ്ട് 8-10 കടലാസും പെട്ടിയും മറ്റുമൊക്കെ. അതിലൊക്കെ എന്താ? അതിലൊക്കെ പയന്തുണി കഷ്ണങ്ങളാണ്, വേറൊന്നുമില്ല. ഇങ്ങനെ ഉണ്ട് വീട്ടിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ വലിയ കെട്ട് സൂക്ഷിച്ചു വെക്കണം. ഇത് ആവശ്യമുള്ളത് ഏതാ ഇല്ലാത്തതാ ഒന്ന് തെരഞ്ഞു നോക്കും. ഒരു ദിവസം ബാപ്പയും കൂടെ ഉമ്മയും കൂടെ 2 ആളും കൂടി ഇരുന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്ത എന്താണ്. ഈ പഴന്തുണിയൊക്കെ ഉണ്ടല്ലോ ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇടക്കിടക്ക്. അങ്ങനെ വരുന്ന ആളുകൾക്ക് പറ്റിയതൊക്കെ അവർക്കത് കൊടുക്കുക. ഇനി അവർക്കൊന്നും പറ്റാത്ത സാധനമാണോ, എന്നാൽ അത് കൊണ്ടുപോയിട്ട് തീയിട്ടിട്ട് ആ വെണ്ണീര് തെങ്ങിന്റെ മറ്റിട്ട 2 തേങ്ങ കൂടുതൽ കിട്ടും. ഇത് ഈ റാക്ക് കടന്നുകൊണ്ട് എന്താ കിട്ടുക? നമ്മളെ റൂം ആകെ ബോറാവും. മാത്രല്ല അവിടെ പലതും തടിച്ചുകൂടി പല ജീവികൾ വന്ന് താമസിച്ച് വളരെ അനാരോഗ്യകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. പിന്നെ കുറച്ച് കോട്ടൺ ശീലയും തുണി നമ്മൾ വേറെ എടുത്തു വെക്കണം. അതൊരു എന്തെങ്കിലും ഒരു ജോലി ആവശ്യം വന്നാൽ, ഒന്ന് തുടക്കേണ്ടി വന്നാൽ, ഒരു പ്ലംബർ വന്നാൽ ഇവർക്കൊക്കെ ആവശ്യം ഉണ്ടാവും കോട്ടൺ തുണി കഷ്ണങ്ങൾ. അങ്ങനത്തത് ആവശ്യമുള്ളത് കുറച്ചെടുത്തു വെക്കുക, ആവശ്യമില്ലാത്തതോ അതായിട്ട് ഒഴിവാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കു മാ ലാ യഅനി. ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മകളിൽപ്പെട്ട ഒരു വിഷയമാണ് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക. ആവശ്യമില്ലാത്ത പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടുനടക്കണ്ട, അതാട്ടോ കെട്ടും പാണ്ടും പാടും. ഇതിനു പുറമെ പത്രത്തിന്റെ കോപ്പികൾ ഉണ്ടാവും, പഴയ പുസ്തകങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഈ അണ്ണാച്ചിലൊക്കെ വരുമല്ലോ, പഴയ ബുക്കുണ്ടോ ആ തൂക്കി വിറ്റേക്ക്. ഇതിങ്ങനെ കാത്ത് അതിന് കാവല് നിന്ന് അത് അങ്ങോട്ടായി ഇങ്ങോട്ടായി വീട് വൃത്തികേടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ പല വീട്ടിൽ നമ്മൾ രാവിലെ കയറി നോക്കുമ്പോൾ ഭയങ്കര ബഹളം. ഒരു കുട്ടി നിലവിളിച്ച് പറയുന്നു, ഉമ്മാ എന്റെ അമലിയാത്ത് കാണുന്നില്ലോ. അപ്പൊ വേറൊരു കുട്ടി ഇപ്പുറത്ത് ഉമ്മ എന്റെ അഖലാക്ക് കാണാനില്ല. മറ്റൊരു കുട്ടി എന്റെ ഇംഗ്ലീഷ് ബുക്ക് പോയി, എന്റെ ഹിന്ദിയിലെ പോയത് എനിക്കറിയില്ല.
4 മക്കള് 4 ഭാഗത്തുനിന്ന് രാവിലെ തന്നെ പാടും. ഇതെന്തുകൊണ്ടാണെന്നറിയുന്നത്? ഇതിങ്ങനെ കെട്ടും പാണ്ടുമായിട്ട് വരികയാണ് സ്കൂളിൽ നിന്ന്. അത് വന്നിട്ട് കോലായ്മയിൽ എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക. ഓൽക്ക് തിരക്കാണ്, ഒരു കളി പ്ലാൻ ചെയ്തിട്ട് പോന്ന. പിന്നെ അത് അവിടെ ഉണ്ടാവുമ്പോ ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ പറയലും ഓന്റെ വക ഒന്ന് എടുത്ത് തുറന്നു നോക്കിയിട്ട് ഒരു ബുക്ക് അങ്ങോട്ട് മറ്റും ഇങ്ങോട്ട് പെൻസിൽ ഇങ്ങോട്ട്, പിന്നെ ഇതൊന്നും കാണൂല. പിന്നെ രാത്രിയത്തെ വായനൊക്കെ നമുക്കറിയില്ല. ഇപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളെ പറ്റിക്കുന്ന ഒരു വായനയാണ്. വാപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉമ്മ നോക്കുന്നുണ്ടെങ്കിൽ യാസീൻ, വാപ്പ നോക്കിയാൽ വൈലൈ തുർജഊൻ, യാസീൻ കഴിഞ്ഞ് വാപ്പേ ഉമ്മേ. ഇതാ നമ്മളെ കുട്ടികളെ വായന. ഇവര് രാത്രി നോക്കുക. പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ഇവന്റെ പെന്നും പുസ്തകവും മറ്റുമൊക്കെ തരിക. അപ്പൊ ഇത് കാണുമോ? ഇത് മറ്റോനെടുത്ത് അപ്പുറത്തും പുറത്തും ഇട്ടിട്ടില്ലേ? അതിനെന്ത് ചെയ്യണം? ഉമ്മയാണ് വീടിന്റെ താരം. ഉമ്മ വേഗം കുട്ടികൾ എറിഞ്ഞു പോകുമ്പോ ഓനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. ഓരോ കുട്ടികൾക്കും അവരെ പുസ്തകം വെക്കാൻ ഒരു സ്ഥലം നമ്മൾ നിർണയിച്ചു കൊടുക്കണം. ആ സ്ഥലത്ത് മാത്രമേ നിന്റെ പുസ്തകം വെക്കാവൂ. അവിടെ നീ എടുക്കാവൂ. എടുത്താൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം. നിന്റെ ഡ്രസ്സ് ഈ അയലിലെ തൂക്കിയിടാവൂ. അവിടെ നിന്ന് എടുക്കാവൂ. ഉപയോഗം കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവെക്കണം. ഇങ്ങനെ ഒരു ശീലം വീട്ടിലെ എല്ലാ കുട്ടികളിലും ഉണ്ടാക്കിയെടുത്താൽ ആ വീട്ടിൽ നല്ല അച്ചടക്കം നിലനിൽക്കും. അവിടെ ഒരിക്കലും അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല. ഇതിന്റെ പുറമെ ഇനി വീട്ടിൽ ധാരാളം ഗൃഹോപകരണങ്ങൾ വേണം. ആ ഗൃഹോപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിവെക്കണം. ഇല്ലാത്തവരൊക്കെ വാങ്ങണം. അത് നമുക്ക് നിർബന്ധമാണ്. നമ്മളെ അയൽവാസികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ എന്ന നിയ്യത്തോടുകൂടെയെങ്കിലും വാങ്ങിവെക്കണം. നമ്മൾ കൈക്കോട്ടെടുത്ത് കൊത്തലൊന്നുമില്ല. എന്നാലും അയൽവാസി വന്ന് ചോദിക്കുക അവിടെ കൈക്കോട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടായത് നമ്മൾ എടുത്തു വാങ്ങി വെക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നവരാരാണെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് 5 സ്വഭാവക്കാരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അവസാനം പറഞ്ഞത് വയംനഉനൽ മഊൻ. ഗൃഹോപകരണങ്ങൾ വായ്പ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാൻ തയ്യാറാകാത്തവരാകുന്നു. അവര് പരലോകത്ത് ഈ ജീവിതത്തിന് കൂലുണ്ട് എന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടാത്തവരാ. അല്ലെ? നമ്മളൊക്കെ വീട്ടിൽ ഇപ്പൊ എന്താ സ്ഥിതി? ആ മഴയൊന്ന് തരുമെന്ന് ചോദിച്ചു എന്നാൽ എന്താ പറയാ? അതിന്റെ താഴെ പൊട്ടിക്കിടക്കാണല്ലോ, അല്ലെ? ആ ചെമ്പ് അത് ഓട്ടായി കിടക്കാണല്ലോ, നിങ്ങൾ അപ്പുറത്ത് പോയി നോക്കി, അവിടെ ഉണ്ടായിനി ഒന്ന്. ഇത് കൊടുക്കൂല. ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്ത് ഉപകരണം വന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കാം. എന്നാൽ നമ്മുടെ സലഫു സ്വാലിഹീങ്ങളായ മഹാന്മാർ അവർക്ക് വീട്ടിൽ ഉപയോഗത്തിന് സാധാരണ ആവശ്യം വരാത്ത സാധനം പോലും വീട്ടിൽ അവർ വാങ്ങിവെക്കുന്നു. എന്തിനു വേണ്ടി? ആരെങ്കിലും വായ്പ ചോദിച്ചു വന്നാൽ കൊടുക്കാമല്ലോ. വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ് അത്. അയൽവാസി വായ്പ ചോദിച്ചു വരുന്നത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വേണം. ഒരു കൈക്കോട്ട് വേണം, വിറക് കൊത്താൻ പറ്റിയ ഒരു മഴ വേണം, നിലത്ത് കുഴി കുഴിക്കേണ്ടി വന്നാൽ അതിനാവശ്യമുള്ള ഒരു പിക്കാസ് വേണം, മണ്ണ് ഊരിയെറിയാൻ പറ്റിയ ഒരു മൺവെട്ടി വേണം. ഇതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള കത്തി വേണം, കുട്ട വേണം, ഒരു ചുറ്റിക വേണം, അല്ലെ? ഒരു കത്രിക വേണം, ആവശ്യത്തിന് ആണി വേണം, സൂചി വേണം, നൂല് വേണം. ഡ്രസ്സൊക്കെ നന്നായിട്ട് തേച്ച് അലക്കി ബസ് ഇപ്പൊ വരും 5 അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുക. കുപ്പായിട്ട് വെക്കുമ്പോ മുന്നേ തന്നെ ഒരു കൊടുക്കില്ല. ഞാനിപ്പോ എന്താ ചെയ്യും? തലക്കന്ന് വേറെ ഒന്ന് അലക്കിയിട്ട് അത് ഇതാക്കുമ്പോഴേക്കും നേരെ ഒരുപാട് പോലെ ഒരു സൂചി നൂലാണ്ടെങ്കിൽ പെട്ടെന്ന് അത് പുരയിലുണ്ടാവൂല. ഇനി വാങ്ങിക്കൊടുത്താൽ തന്നെ അത് എവിടെ വെക്കുക? അത് ഓളെ കുട്ടിന്റെ ബുക്കിൽ വെച്ച്. ഏത് 10ാം ക്ലാസ് പോണോളെ ബുക്കിൽ വെച്ചാ പിന്നെ ഇത് എറിഞ്ഞാ കാണുമോ? ഇല്ല. അപ്പൊ അതിനൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങുകയും അതൊക്കെ അതിൻ്റെതായ ക്രമത്തിൽ സൂക്ഷിക്കുകയും വേണം. അവിടെ ഒരു പെണ്ണിനോട് ഒരു കുടുക്കും സൂചിയും വേണല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കണ്ട, അവളാ പോകുന്നു, എടുക്കുന്നു, തരുന്നു. ഈ രീതിയിൽ എന്തു ചോദിച്ചാലും ഉടനടി എടുത്തു കൊടുക്കാൻ പറ്റിയ പരുവത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ വീടിന്റെ പരിസരത്ത് സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിച്ചിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ പുരയിൽ വന്നിട്ട് ആ പിക്കാസ് ഒന്ന് തരുമെന്ന് ചോദിച്ചാല് ഒരു 7 തവാഫെങ്കിലും ചെയ്യണ്ടപ്പോ നമുക്ക്, അല്ലെ? പൊരന്റെ ഏടേപ്പത് വെച്ച് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കറങ്ങ. കാരണം ഒരു വിവരമില്ല. അങ്ങനത്തെ സാധനത്തെ പറ്റി ഒന്നും ചിന്തല്ല. പാകമുള്ള ചിന്ത അടുത്ത സീരിയൽ ഏതാ അതിപ്പോ നല്ല ഓർമ്മയിലുണ്ടാവും.
ബാക്കി ഇങ്ങനത്തെ വിഷയങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചോദിച്ചോ മാനം കെട്ടി ചോദിക്കണ്ടില്ലേ എന്നായിപ്പോ ഒരു സാധനം എവിടെ ഓർമ്മ ഉണ്ടാവില്ല. ഇതല്ല, എല്ലാ സാധനവും വേണം, ഓരോന്നും അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം. സൂചി നൂലും ഒക്കെ വെക്കേണ്ടി അങ്ങനത്തെ സ്ഥലത്താണ്. അത് അവിടെ കൊണ്ടുപോയി വെക്കരുത്. കൊട്ടയും മഴവും കൈക്കോട്ടും വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കരുത്. അതിന് പറ്റിയ സ്ഥലത്ത് തന്നെ ഓരോന്നും വെക്കുക. ഇതുപോലെ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട പല രേഖകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ വീടിന്റെ പ്രധാനപ്പെട്ട പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത് എന്ന് പെട്ടെന്നൊരാൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാവും? അത് ആ മേശയിലോ ഈ മേശയിലോ ആ വെൽപ്പിലോ ഈ വെൽപ്പിലോ അല്ലെ, എന്തായാലും ഒരു 3-4 വട്ടം ചിന്തിക്കണം. ഓർമ്മല്ല. ഒരു കുട്ടി ജനിച്ചാൽ വളരെ പെട്ടെന്ന് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വാങ്ങിയാൽ എവിടെ സൂക്ഷിക്കുക? ഒരു ബോധമില്ലെന്ന്. പലയിടത്തും ആണുങ്ങളില്ലല്ലോ വീട്ടില്, സ്ത്രീകൾ വാങ്ങിക്കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് വെക്കലെവിടെ? 5ാം ക്ലാസ് പഠിക്കുന്നവന്റെ ബുക്കിൽ. പിന്നെ ഇവനെ സ്കൂൾ ചേർത്തിന്റെ ഇത്ര 3.5 വയസ്സായിട്ടോ അല്ലെങ്കിൽ 5 വയസ്സായിട്ടായിരിക്കും അപ്പളാ തരിക. എവിടെ പോയോ അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്? അപ്പോൾ പറയും, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഞാൻ അവന്റെ ഹിന്ദി ബുക്കിലാണേ വെച്ചത്. ആ ഹിന്ദി ബുക്കൊക്കെ അണ്ണാച്ചക്ക് തൂക്കി വിറ്റുപോയി. ഇനി അതിൽ തെരഞ്ഞാൽ കാണൂല. അപ്പൊ എന്ത് വേണം? ഒരുപാട് രേഖകൾ നമ്മുടെ പൊരന്റെ ആധാരമുണ്ട്. അതുപോലെ നമ്മുടെ ID കാർഡുകളുണ്ട്, റേഷൻ കാർഡുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, SSLC ബുക്കുണ്ട്, നമ്മുടെ ഒക്കെ പാസ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രേഖ. നാം കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വാറണ്ടി പേപ്പറുകളുണ്ട്. ഫ്രിഡ്ജും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചാൽ അതിന്റെ പേപ്പർ സൂക്ഷിക്കണം. കാരണം ചിലപ്പോ പിറ്റേന്ന് കേടുവരും. അന്ന് തന്നെ നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരാദ്യം ചോദിച്ചാൽ വാറണ്ടി പേപ്പർ. അത് ഞാൻ കാത്ത് പൊളിച്ചപ്പോ അടുപ്പിലിട്ടില്ലേ, എന്നാ ഇതും അടുപ്പിലിട്ടാളെന്ന് പറയാള്. അത് മാറ്റി തരൂല. അത് തരണമെങ്കിൽ എന്ത് വേണം? ഈ പേപ്പർ സൂക്ഷിക്കണം. അതിനിന്ന് ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങൾ നല്ലൊരു ഫയല് വാങ്ങിത്തരണം. ഒരു 200 റുപ്യ കൊടുത്താൽ 1-ാം തരം ഫയൽ. എത്ര വേണ്ടെങ്കിൽ നിങ്ങൾ 100 റുപ്യ ചെലവാക്കിയാൽ മതി. പ്ലാസ്റ്റിക്കിന്റെ ചട്ടയുള്ള, പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ കൊണ്ടുള്ള ഒരു ഫയൽ. ആ സർട്ടിഫിക്കറ്റുകൾ വെക്കട്ടെ. ആദ്യം മൂത്ത കുട്ടിന്റെ വെക്കുക, അടുത്ത 2ാമത്ത്, മറ്റു 3ാമത്ത്, അങ്ങനെ അതൊരു പരമ്പര. പിന്നെ പാസ്പോർട്ടുകളും റേഷൻ ഷാപ്പിന്റെ കാർഡുകളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ വഴിയായിട്ട് ഇങ്ങനെ വെച്ചാൽ ആ വീട്ടിലേക്ക് കയറി വരികയാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അടുക്കുഞ്ഞിട്ട് നമുക്കറിയാലോ. നിങ്ങളൊന്ന് പോയി നോക്കി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുവേണ്ടി ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ കയറി ചെന്നാൽ അവര് തപ്പുന്ന, തെരയുന്ന, അവര് ചെലവാക്കുന്ന തുപ്പല് എത്രയെന്നറിയോ? നിങ്ങട് മറക്കാൻ ഇല്ലാന്ന് ഓർമ്മ ഉണ്ടാവില്ല. അവര് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊക്കെ ചോദിക്കും. ആ രേഖയുടെ ഇത് എടാന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളുമ്മമാര് ഈ ഫയലുമായിട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ, ഇങ്ങോട്ട് മറിക്കുക, എന്താ വണ്ടി എന്ന് വെച്ചിട്ട് എടുത്തു കൊടുത്താൽ എന്തൊരു ഉഷാറുണ്ടാവും. ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും. ഇതൊക്കെ ആര് വരുത്തേണ്ടതാണ്? വീട് ഭരിക്കുന്ന ഉമ്മയുടെ ബാധ്യതയാണ്. പറയുന്നു, ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടത് ഭാര്യയാണ്. ഉമ്മയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഇങ്ങനെ വീട്ടിലുള്ള ഓരോന്നിനും പ്രത്യേകമായ അടുക്കും ചിട്ടയും ക്രമീകരണവും തയ്യാറാക്കിയിട്ട് ഒരു അലട്ടലും ഇല്ലാത്ത, അലോസരവും ഇല്ലാത്ത, എപ്പോഴും സമാധാനം നിലനിൽക്കുന്ന വീടായി നമ്മുടെ വീടുകൾ മാറണം. അതിന് ഉമ്മമാർ അവരുടെ റോള് നിർബന്ധമായും നിർവഹിച്ചിരിക്കണം. ഈ അടുക്കും ചിട്ടയും ഉണ്ടായി കഴിഞ്ഞാൽ ഇനി പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പരസ്പരമുള്ള കടമയും കടപ്പാടും പെരുമാറ്റവുമാണ്. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇനി ഒരു വീട്ടിൽ തന്നെ ഉള്ള മറ്റുള്ളവർ ഉപയോഗിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മതം ചില പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്ക് വെച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്കും പ്രവേശിക്കരുത്.
അല്ലെങ്കിൽ നിങ്ങളുടെ റൂമല്ലാത്ത മറ്റൊരാളുടെ റൂമിലേക്കും നിങ്ങൾ കടക്കരുത്. ഏതിനു മുമ്പ് ഹത്താ തസ്തഇനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടല്ലാതെ ഒരു റൂമിലേക്കോ ഒരു വീട്ടിലേക്കോ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഇത് വീടിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. വീട് എന്നത് നമ്മുടെ സ്വകാര്യ കേന്ദ്രമാണ്. നാം അവിടെ സ്വതന്ത്രരാണ്. നമ്മുടെ വേഷവും നമ്മുടെ ഭാഷയും നമ്മുടെ പെരുമാറ്റവും ഒക്കെ വീട്ടിന്റെ അകത്ത് ചില സ്വാതന്ത്ര്യത്തോടു കൂടെയാണ്. അവിടെ നമ്മൾ നിൽക്കുന്ന ആ വേഷത്തിലും അവിടെ ഉപയോഗിക്കുന്ന ഭാഷയിലും അവിടെ നിൽക്കുന്ന രീതിയിലും മറ്റുള്ളവർ നമ്മെ കാണൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൊടുന്നനെ വേറൊരാളെ റൂമിലേക്ക് നമ്മളവിടെ കയറി ചെന്നാൽ, വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ കാഴ്ച ഒരിക്കലും അയാൾ ആ രീതിയിൽ നമ്മെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സമ്മതം ചോദിച്ച് ഞാനിതാ വരുന്നുണ്ട് എന്ന അറിയിപ്പ് നൽകി ആ വീട്ടുകാരന് നമ്മെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനുള്ള അവസരം നൽകിയിട്ടല്ലാതെ പെട്ടെന്ന് ഒരിക്കലും മറ്റൊരാളെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേറെ ഒരാളുടെ വീടും റൂമും എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യ സങ്കേതമാണ്. ആ സ്വകാര്യ കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലല് പോയിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അങ്ങോട്ടതാ ഇയാള് കട്ടുനോട്ടം നടത്തലുണ്ടല്ലോ, ഒളിച്ചു നോട്ടമുണ്ടല്ലോ, ഇതുവരെ മാരകമായ തിന്മയായി ഇസ്ലാം എണ്ണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിത്തലാ ഫീ ബൈത്തി ഖൗമിൻ മിൻ ഗൈരി ഇദ്നിഹിം, ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് അവരെ സമ്മതമില്ലാതെ എത്തി നോക്കിയാൽ, ഒളിച്ചു നോക്കിയാൽ, ഹല്ലലഹും അൻ യഫ്ഖഉ ഐനഹു, അവന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കൽ അവന് അനുവദനീയമാണ്. ഒരാളെ പൊരയിലെ നല്ല ജനലിന്റെ ഉള്ളിലൂടെ നോക്കുക, ആ സമയത്ത് വേണമെങ്കിൽ ഒരു കണ്ണെടുത്തിട്ട് കുത്തിപ്പൊട്ടിച്ചേക്കാം. അത്ര വലിയ തെറ്റാണ് ഈ കർമ്മം എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യന്റെ എല്ലാ വിശ്വാസ്യതയും അതോടുകൂടെ ചോർന്നു പോകുകയാണ്. ഒളിച്ചു നോട്ടക്കാരൻ എന്ന പേര് ഒരു മനുഷ്യന് വന്നുപോയാൽ അവന്റെ വില ഒരു പൂഴി തരിക്ക് പോലും വിലയില്ലാത്തവനാകും. അതുകൊണ്ട് നീചമായൊരു പ്രവർത്തനമാണ് മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കൽ. ഒരിക്കലൊരു സഹോദരൻ, ഗൾഫില് ജോലിയുള്ള, ദുബായില് ജോലിയുള്ള ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല. അതിനു മുമ്പ് എല്ലാ ആഴ്ചയും പള്ളിയിൽ ജുമാക്ക് വരുന്നവനാ, ഞാൻ അടുത്ത ആഴ്ച പോവാന്നൊക്കെ പറഞ്ഞു വന്നവനാണ്. പോകേണ്ട തീയതിന്റെ തലേന്ന് വന്നിട്ട് പറയുന്നു കരഞ്ഞുകൊണ്ട്, ഞാൻ പോകുന്നില്ല. പിന്നെ ഇവന്റെ സംസാരം ആകെ റോങ്ങാണ്, ഒക്കെ ലെവല് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ പോകാത്തത്? ആ പോകാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുമ്പ് ഒരിക്കലും എന്റെ മനസ്സിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കാത്തൊരു കാഴ്ച കണ്ടു. അവനോട് ആവർത്തിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എന്താ? അവന്റെ ഉറ്റ കൂട്ടുകാരൻ, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഇവന്റെ റൂമിലേക്കതാ പാതിര നേരത്ത് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അങ്ങനെ ഒരു നിഴല് കണ്ടപ്പം ഇവൻ മെല്ലെ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോ ആളെ ശരിക്ക് കണ്ടു. കണ്ടതാരെയാണ്? തന്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയും കൂടിയായ ഒരു ചെറുപ്പക്കാരനെയാണ്. ഇത് ഇവന്റെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്തു. ഇവൻ ആലോചിച്ചതെന്താ? ഞാൻ നാളെ ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ ഞാൻ ഉള്ള സമയത്ത് പോലും ഇങ്ങനെ എത്തി നോക്കുകയും വീട്ടിലേക്ക് കയറി വന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു അയൽവാസിയെ ഇവിടെ നിർത്തിയിട്ട്, അതും എന്റെ കൂട്ടുകാരനാണെന്ന് എന്റെ ഭാര്യക്കറിയാവുന്ന ഒരുത്തനെ നിർത്തിയിട്ട് ഞാൻ നാട് വിട്ടു പോയാൽ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? അവനെ ഒരു ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്നു. ഇനി ഞാനെങ്ങാനും പോകാതെ നിന്നാൽ എത്ര കടമെനിക്കുണ്ട്, എത്ര ഭാരമുണ്ട്, ആ ജോലി ഉപേക്ഷിച്ചാൽ എന്റെ ജീവിതം എന്താകും? ഇത് രണ്ടിനും ഇടയ്ക്ക് ചിന്തിച്ച് മാനസികമായി സമനില തെറ്റിക്കൊണ്ട് അയാൾ നിലവിളിച്ചു കരയുകയാണ്. ഇത് ചെറിയ വിഷയമാണ് നമുക്ക് തോന്നും ചെറുപ്പക്കാരെ, ഇത് ഒരിക്കലും മാന്യന് യോജിച്ചതല്ല. മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും വേറെ ഒരാളെ രഹസ്യ ജീവിതത്തിലേക്ക് കണ്ണുവായിക്കുന്നതും മാരകമായ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ,
പടച്ച തമ്പുരാൻ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളും മനസ്സകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുമെല്ലാം സവിസ്തരം അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ ഓർമ്മയോടുകൂടെ നമ്മൾ ഒരാളെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത്. സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ. അങ്ങനെ സമ്മതം ചോദിച്ച് കടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ സമ്മതം ചോദിക്കുന്നത്? അതിന് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നമാ ജുഇലൽ ഇസ്തിഅദാനു ലിഅജലിൽ ബസർ. നമ്മളെ കണ്ണിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. പെട്ടെന്ന് അങ്ങോട്ട് കയറിയാൽ കാണാൻ പറ്റാത്ത രംഗം കണ്ടേക്കാം. ആ രീതിയിൽ അയാളെ നാം കാണൽ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അത് അയാളെ മനസ്സിനെ മുറിവേൽപ്പിക്കും. അത് അയാൾക്ക് പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാക്കും. അത് നമുക്കിടയിൽ ഭിന്നതക്ക് കാരണമാകും. ഇതുകൊണ്ട് തന്നെ കണ്ണിനെ സൂക്ഷിക്കാനാണ് സമ്മതം ചോദിക്കുക എന്ന നിയമം വെച്ചിട്ടുള്ളത്. ആ സമ്മതം ചോദിക്കുക എന്ന ആശയം പ്രതിഫലിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം വളരെ ചിന്തനീയമാണ്. ഹത്താ തസ്തഅ്നിസൂ. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തസ്തഅ്ദിനു, നിങ്ങൾ സമ്മതം ചോദിക്കുക. അതോടൊപ്പം ഇസ്തീനാസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സാവകാശം കൊടുക്കുക, അയാൾക്ക് നേരം പോക്ക് കൊടുക്കുക. എന്തിനാ നേരം പോക്ക്? നമ്മൾ വിളിച്ചു, നമ്മൾ ശബ്ദമുണ്ടാക്കി, ഇനി അയാൾ ഇപ്പൊ ഉള്ളത് കുപ്പായിടാതെ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാവാം. അയാൾക്ക് ഡ്രസ്സ് ധരിച്ച് നമ്മെ സ്വീകരിക്കാനും പറ്റിയ രീതിയിൽ ഒരുങ്ങാനുള്ള സാവകാശം കൊടുക്കുക. അതാണ് ആ സംഭവം ചോദിക്കുന്നതിന്റെ ലക്ഷ്യം. അത് പല രീതിയിലാവാം. ഒന്ന്, ഇപ്പം ബെല്ലുണ്ടാവും, ബെല്ലടിച്ചുകൊണ്ട് സമ്മതം ചോദിക്കാം. അതോടൊപ്പം തന്നെ ബെല്ലടിച്ചാൽ നമ്മളൊന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരാണ് എന്നൊന്ന് പറയണം. അതേ രീതിയിൽ വാതിലിന് മുട്ടാം. വാതിലിനൊക്കെ മുട്ടുമ്പോൾ അതിന് നിബന്ധന ഉണ്ട്. ഒരിക്കലും ശക്തമായി ഒരാൾ വാതിലിന് പോയിട്ട് അടിക്കാൻ പാടില്ല. നമ്മളൊരാളെ വിളിക്കുമ്പം വളരെ സൗമ്യതയോടുകൂടെ ആവണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് അബ്വാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുഖറഉ ബിൽ അൽഫാർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെ വാതിൽ അതിന് മുട്ടപ്പെടാറുള്ളത് നഖങ്ങൾ കൊണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ കൊട്ടും. ചിലരാട് ചെന്ന് മുട്ടിയിട്ടാല് അവിടെ ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും. അവര് തൊട്ടിലെ നിന്നിച്ച് ചാടും. മറ്റോടത്തൊന്നും ബഹളം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. രാത്രി കാലത്തും അസമയത്തും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ബെല്ലടിക്കാനും പാടില്ല. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കി കൊണ്ടുവരേക്ക് കഷ്ടപ്പെട്ട ഒരു ഉമ്മാക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ കുട്ടി ഉറങ്ങണം. അതിന് ഇവനെങ്ങനെ ആട്ടി റെഡിയായി വരുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ട്രീൻ 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 എന്ന് പറഞ്ഞാലേ അന്ന് അവരെ ശാപം നമുക്ക് ഉണ്ടാവും. അങ്ങനത്തെ സമയത്തൊന്നും പോയിട്ട് എന്താക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. പതുക്കെ മുട്ടിയിട്ട് സമ്മതം ചോദിക്കണം. അതിന്റെ രീതി പ്രധാനമായും ഒന്ന്, അസ്സലാമു അലൈക്കും അദ്ഖുലൂ. അറബി ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യം അസ്സലാമു അലൈക്കും, ഒന്ന് കണ്ടോട്ടെ അല്ലെങ്കിൽ ഒന്ന് കടന്നോട്ടെ, അങ്ങനെ ചോദിക്കും. സമ്മതം സലാം പറഞ്ഞ് സമ്മതം ചോദിക്കും. അങ്ങനെ അവർ നമുക്ക് സമ്മതം തരികയാണ്. അയാൾ ചിലപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറി സമ്മതം തരുന്നു കണ്ടാൽ അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ആ സമ്മതം ചോദിക്കാൻ നിൽക്കുമ്പോൾ വീട്ടുകാർ തുറക്കാൻ പോകുന്ന വാതിലിന്റെ നേരെ നിൽക്കരുത്. ഒന്നിങ്ങോട്ട് മാറി നിൽക്കണം. നമ്മൾ സമ്മതം ചോദിക്കുമ്പോൾ എവിടെ നിൽക്കണം? ആ വാതിൽ തൊന്നോട് മാറിക്കണം. ചിലപ്പം ഈ തുറക്കാൻ വരുന്ന ആളാരാ? ഭാര്യ ആയിരിക്കാം, വീട്ടിലൊരു പെണ്ണായിരിക്കാം. അവള് വാതിൽ തുറക്കാൻ വന്നത് ആരാന്ന് കരുതിയിട്ടാവാം ഭർത്താവ് വരുന്ന സമയമാണിത്. അപ്പൊ മൂപ്പര് വന്നതാന്ന് കരുതിയിട്ട് അവള് സാധാരണ രീതിയിൽ തലയിലിട്ടിട്ടില്ല, ശരീരം മുഴുവൻ മറച്ചിട്ടില്ല. ആ രീതിയിൽ ഭർത്താവ് വരുന്ന സമയല്ലേ മൂപ്പരാണെന്ന് കരുതിയിട്ട് പെട്ടെന്നിട്ട് ഇറങ്ങി വന്ന, അപ്പൊ അത് അബദ്ധം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിലിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. ഇതിന്റെ പുറമെ അങ്ങനെ നമ്മളെ അകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കയറാം. ഇനി നമ്മളോട് പറയുകയാണ്, നിങ്ങളിപ്പം തിരിച്ചു പോകണം. തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരണം. അവിടെ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്. അല്ലാഹു പറയുന്നു, ഫഇല്ലം തജിദു ഫിഹാ അഹദൻ, അവിടെ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ, അതിനു മുമ്പ് അല്ലാഹു തആല പറയുന്നു, ഫഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകുക.
പൊരക്കാരൻ ഇങ്ങനെ വാതിരോ 11 മണിക്ക് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളി, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഞങ്ങൾ മഹലിന്റെ ആളുകൾ വന്നിട്ടേ ഓലെ കാണാൻ സൗകര്യം ആരാണോ എന്നൊന്നും പറഞ്ഞിട്ട് മേപ്പെട്ടെടുക്കാൻ പറ്റൂല. കാരണം നമ്മൾ നേരത്തെ സമ്മതം വാങ്ങിയിട്ട് പോയതൊന്നും അല്ലല്ലോ, നമ്മളെ സൗകര്യത്തിന് പോയതാണ്. ആ വീട്ടുകാരൻ ഇപ്പൊ നിങ്ങളെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗമ്യമായി നമ്മൾ അവിടുന്ന് തിരിച്ചു പോരണം. അതാണ് അള്ളാഹുവിന്റെ നിയമം. ഇനിയോ അവിടെ നമ്മൾക്ക് അന്വേഷിച്ചു ഞങ്ങൾ കടന്നോട്ടെ, അല്ലെങ്കിൽ ബെല്ലടിച്ചു, ഒരു പ്രതികരണവും ഇല്ല. അങ്ങനത്തെ സ്ഥിതിയാണെങ്കിലോ ഫൈൻ സുഖിതൻഹു ഇസ്തഅദന സലാസ, 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും, ഇവിടെ ആളില്ലേ? അസ്സലാമു അലൈക്കും, ഒന്ന് കേറിക്കോട്ടെ. അസ്സലാമു അലൈക്കും, അമ്മദാജിയാടല്ലേ? ഏത് ഭാഷയാവാ? അങ്ങനെ ചോദിച്ചിട്ടും 3 തവണ ചോദിച്ചിട്ടും പ്രതികരണം വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അവിടെ തങ്ങരുത്. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോന്നു കൊള്ളണം. അതിന്റെ കാരണം എന്താ? 3 വട്ടം വിളിച്ചാൽ ഏകദേശം കേൾക്കേണ്ട ആളൊക്കെ കേൾക്കും. അപ്പൊ അയാൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മളോട് പൊയ്ക്കോന്ന് പരസ്യമായിട്ട് പറയാൻ അയാൾക്ക് മടിയുണ്ട്. അപ്പൊ ഉറങ്ങാണെന്ന് കണക്ക് കൂട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പ്രതികരിക്കാതെ കിടക്കാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അയാളെ ശല്യപ്പെടുത്തണ്ട. ഈ സമയത്ത് നമുക്ക് തിരിച്ചു പോകാം. ഇസ്ലാം പഠിപ്പിച്ച പെരുമാറ്റച്ചട്ടങ്ങളാണ്, നല്ല നല്ല ആശയങ്ങൾ അല്ലാഹുവിന്റെ മതം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നാം ചിന്തിക്കുക, അങ്ങനെ നമുക്ക് സമ്മതം ചോദിക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിലുള്ളവർ ചിലപ്പം നമ്മൾ ആരാണെന്ന് അറിയില്ല. ചിലർ ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയും, ചിലപ്പം ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയൂല. തിരിച്ചറിയാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് അയാളോട് ആളെ പരിചയപ്പെടുത്തേണ്ടത്? നമ്മളൊക്കെ പറയും, ആരാണത്? അത് ഞാനാണ് അല്ലേ, അങ്ങനെ പറയും. ഫോണൊക്കെ ചെയ്തിട്ട് ചില ചങ്ങായിമാര് തിരക്കുള്ള സമയം കിട്ടും. ഇവര് ഫോൺ ചെയ്ത് എന്താ ഹലോ മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ല? 10 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ഒരാളാണ് ഈ വിളിക്കുന്നത്. അയാളെ നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവോ? ചിലപ്പം ഫോണിൽ കേട്ടാൽ അയാൾ ശബ്ദം തിരിയോ? ഒന്നും തിരിയില്ല. ഫോൺ ചെയ്യുമ്പോ ആദ്യം പറയേണ്ടതാ ഹലോ എന്നും അല്ല, നമ്മൾ ശീലിച്ചരുതാ. ഹലോ എന്നല്ല, മുസ്ലിങ്ങൾക്കാണോ ഫോൺ ചെയ്യുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളി, അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്നിട്ട് ഉടനെ പറയണം എന്ത്? ഇന്ന ആളാണ്. അങ്ങനെ സംസാരം തുടങ്ങും, ഇന്ന ആളാണെന്ന് പറയാം. അതിനുശേഷം വിഷയം പറയാം. നമ്മൾ നല്ലൊരു സംസാരിക്കുന്ന ആളുമാണ്, നല്ല കേൾവിക്കാരനുമാണ്. അത് മാന്യതയോടുകൂടി ആകും ചെയ്യണം. എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അപ്പം ഇങ്ങനെ ആളെ തിരിയാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നവർ, ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ വന്ന് പുറത്തു വന്ന് ബെല്ലടിച്ച് ആരാന്ന് ചോദിച്ചാൽ ഇത് ഞാനാണ്. ഈ ഞാനാരാ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അള്ളാഹുവിന്റെ സ്വഹാബികളിലൂടെ അള്ളാഹു നമുക്ക് എല്ലാ വിഷയവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനവരുകൾ പറയുന്നു, ഇസ്തഅദൻതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് അവിടത്തോട് അകത്തേക്ക് കടക്കാൻ സമ്മതം ചോദിച്ചു. ഫഖാല മൻ ഹാദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആരാണത്? ഫഖുൽതു, ഞാൻ അപ്പോൾ പറഞ്ഞു അനാ, അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പം ജാബിർ റളിയല്ലാഹു അൻഹു നബിയും നല്ല അടുത്ത ഫ്രണ്ടുകളാണ്. അതുകൊണ്ട് ഞാനാന്ന് പറഞ്ഞാലും നബിക്ക് തിരിയും. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു അന കന്നഹു കരിഹദാലിക, എന്ത് ഞാൻ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. കാരണം ആ പ്രയോഗം നബി തങ്ങൾ വെറുത്തു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഒരിക്കലും ഇങ്ങനെ പറയരുത്. അലി ഇബ്നു ആസിമുൽ വാസുത്തി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ, പ്രഗൽഭ പണ്ഡിതനായ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ ബസ്രയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടു. വീട്ടിന്റെ മുറ്റത്തെത്തി വാതിലിന് മുട്ടി. ശുഅബ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മൻ ഹാദാ, ആരാണ് ആ വാതിലിന് മുട്ടുന്നത്? ഖുൽതു, അലി ഇബ്നു ആസിം തങ്ങൾ പറഞ്ഞു അനാ, അത് ഞാനാണ്. അപ്പൊ മഹാൻ പറഞ്ഞ മറുപടി നമുക്കൊക്കെ പറയാൻ പറ്റിയൊരു മറുപടി, അതുകൊണ്ട് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത്. എന്താ? യാ ഹാദാ മാലി സ്വദീഖുൻ യുഖാലു ലഹു അനാ, ഓ സഹോദര, അന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കില്ലല്ലോ, ഞാൻ എന്നൊരു കൂട്ടുകാരൻ എനിക്കില്ലല്ലോ. ആരാണത്? ഞാനോ? ഞാൻ എന്ന് പേരുള്ളൊരു കൂട്ടുകാരൻ എനിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതാ അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട്
നേരത്തെ ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നബി തങ്ങൾ നിരോധിച്ചതാണ്. വീട്ടിന്റെ പുറത്തുനിന്ന് വാതിൽ മുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ പറഞ്ഞോളം അത് ഒറ്റത്തെങ്ങുള്ളതിൽ കുഞ്ഞമ്മതാണ്, അല്ലെങ്കിൽ പനയുള്ളതിൽ, അതൊക്കെ ഈ വടക്കൻ ഭാഷയിട്ട് വടകര ഭാഷയായി പോവാണ്. നിങ്ങളെ നാട്ടിലൊക്കെ പൊരപ്പേരെന്താന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ആ പൊരപ്പേര് പറഞ്ഞിട്ട് അവിടുത്തെ ഇന്ന ആളാണെന്നാണ് പറയാം. അങ്ങനെയാണ് നമ്മൾ ആളാരാണെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ ചെന്ന വീട്ടിൽ അവിടെ ആളില്ലെന്നു സങ്കല്പിക്കുക. ആളില്ല, നമ്മൾ പോയി നോക്കുമ്പം അള്ളാഹു പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം? ഫഇല്ലം തജിദു ഫിഹാ അഹദൻ ഫലാ തദ്ഖുലുഹാ ഹത്താ യുഅ്ദന ലക്കും. നിങ്ങൾ ചെന്ന വീട്ടിൽ അവിടെ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിൽ കയറിയിരിക്കാൻ പാടില്ല. ഒരു പുരക്കാരനെ കാണാൻ വേണ്ടി ചെന്ന് അവിടെ ആരും കാണുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ഏതായാലും പണിയൊന്നുമില്ല, ഒഴിവുണ്ട്, ഇവിടെ ഇരുന്ന് നോക്കി അയാൾ വരാൻ മതി എന്ന് കരുതിയിട്ട് പൂച്ചിരിക്കുമ്പോൾ ആ കോലായ്മലോ കസേരയോ കയറി ഉതിർക്കാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ അവിടെ ഇരിക്കണ പലരും കണ്ടിട്ടുണ്ടാവും. കുറെ ഇരുന്നപ്പോൾ നിങ്ങൾക്കും അടുത്ത് മുപ്പൊരു ഇപ്പം വരലിടാൻ നിങ്ങൾ പോരും. എന്നാൽ നിങ്ങൾ പോകുന്നതിന് ശേഷമായിരിക്കും ഒരു കള്ളൻ അവിടെ വന്നത്. ആ കള്ളൻ വന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടായാൽ കള്ളൻ അതിനനുസരിച്ചല്ലേ വരിക. ആള് കാണാതിരിക്കാൻ പോലത്തെ ലോം വരുള്ളൂ. നിങ്ങൾ വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവസാനം ആരാവും കള്ളൻ? നിങ്ങൾ തന്നെയാവും. കാരണം എല്ലാവരും കണ്ട് സാക്ഷിയായിട്ടുണ്ടാവൂലേ, അമ്മതൊക്കെ കുറേ നേരം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ആളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ആളില്ലാത്ത വീട്ടിൽ നമ്മൾ കയറിയിരിക്കരുത്. അതേ സമയത്ത് താമസമില്ലാത്ത വീടുകള്, അതുപോലെ തന്നെ ഹാളുകൾ, സ്ഥലങ്ങൾ, അത്തരം സ്ഥലത്ത് സമ്മതം ചോദിക്കണമെന്നില്ല. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂന. ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, അവിടെ നിങ്ങൾ കയറുന്നതിന് സമ്മതം ചോദിക്കേണ്ടതില്ല. അതും എങ്ങനെയുള്ള വീടാണ്? ഫീഹാ മത്താഉൻ ലക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട്. ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന ടോയ്ലറ്റുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, അങ്ങനെ പൊതുവായിട്ടിട്ട് കൊടുത്ത സ്ഥലങ്ങളുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് കയറുന്നതിന് വേറെ ആരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ താമസിക്കുന്ന വീട്ടിൽക്കാണ് ഈ നിയമം ബാധകം എന്ന് വേറെ ഒരു സംഭവത്തെ മുൻനിർത്തി വീണ്ടും അല്ലാഹു തആല പറയുകയായിരുന്നു. ചുരുക്കത്തിൽ മറ്റൊരാൾ റൂമിലേക്കും വീട്ടിലേക്കും കയറുമ്പം സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടേ കയറാവൂ. ഇത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ. ഇതിൽ ആരൊക്കെ വീട് ഉൾപ്പെടും? നിങ്ങളെ മൂത്താപ്പയുടെ വീട് ഈ നിയമം ബാധകമാണ്. വാപ്പന്റെ അനുജൻ എളാപ്പയുടെ വീട്ടിൽ ഈ നിയമം ബാധകമാണ്. സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് കയറുമ്പം ഈ നിയമം ബാധകമാണ്. എന്തിനേറെ പെങ്ങളെ വീട്ടിലേക്ക് പോകുമ്പം ഈ നിയമം ബാധകമാണ്. ഇതിന്റെ ഒക്കെ പുറമെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവർ, ഇക്കാക്കയും ഭാര്യയും ഒരു റൂമിൽ, അനുജനും ഭാര്യയും മറ്റൊരു റൂമിൽ, ഈ റൂമുകൾ പരസ്പരം മാറിക്കയറുമ്പോഴും സമ്മതം ചോദിച്ചിട്ടല്ലാതെ കയറരുത്. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം. പോരാ, ഉമ്മയും ബാപ്പയും ഉറങ്ങുന്ന റൂമിലേക്ക് മക്കൾ കയറുമ്പോഴും സമ്മതം ചോദിക്കണം. അല്ലാതെ പൊടുന്നനെ അങ്ങോട്ട് ഓടിക്കേറിയാൽ അത് ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമാകും. എത്ര നല്ല സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിനു പുറമെ ഈ നിയമം അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ അവസാനത്തിൽ ഇത് കുട്ടികൾക്ക് കൂടി നിങ്ങൾ ബാധകമാക്കണം 3 സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കുട്ടികൾക്ക്? ഇത്തരത്തിലുള്ള വൈകാരികമായ വിഷയങ്ങളൊന്നും ആലോചിക്കാത്ത കുട്ടികൾ, മനുഷ്യന്റെ വ്രണിത വികാരങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ, ആ കുട്ടികളെ പോലും 3 സമയത്ത് നിങ്ങൾ ഈ വിഷയത്തിൽ സൂക്ഷിക്കണം. അതേതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തലഊന സിയാബക്കും മിനൽ ലഹീറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുബഹി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഇക്കാക്കയും ഭാര്യയും ഉറങ്ങുന്ന റൂമിലേക്ക് അനുജന്റെ 3 വയസ്സുള്ള കുട്ടി കയറിപ്പോകുന്നത് അനുജനും ഭാര്യയും തടഞ്ഞിരിക്കണം. ആ കുട്ടി ഇപ്പൊ അവിടെ കയറാൻ പറ്റൂല. ഇതുപോലെ ഉച്ച സമയത്ത് ഊണ് കഴിച്ചതിന് ശേഷം ആളുകൾ വിശ്രമിക്കുന്ന നേരമാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വസ്ത്രമൊക്കെ മാറിയിട്ട് റൂമിന്റെ അകത്ത് വിശ്രമിക്കുന്ന സമയത്ത് ചെറിയ കുരുന്നുകളെ നമ്മുടെ ഒരു കുട്ടി ഇക്കാക്കന്റെ റൂമിലേക്കോ അനുജന്റെ റൂമിലേക്കോ ആ സമയത്ത് കയറിപ്പോകുന്നത് നാം മുതിർന്നവർ തടഞ്ഞിരിക്കണം. 3ാമത്തെ സമയം ഔദ്യോഗികമായി ഉറങ്ങുന്ന നേരമാണല്ലോ, ഇശാഇന്റെ ശേഷം. ആ ഔദ്യോഗിക ഉറക്കിന് വേണ്ടി ആളുകൾ അറയിലേക്ക് കയറിയാലും
പിന്നെ ചെറിയ മക്കളെ അങ്ങോട്ട് കടത്താൻ പാടില്ല. ഇത് മൂന്നും കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർ ശ്രദ്ധിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ റൂമിലേക്ക് കയറുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നതോടൊപ്പം നാം വേറെ ഒരു അന്യരുടെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ ചെല്ലുന്നവർ പാലിക്കേണ്ട വേറെയും മര്യാദകളുണ്ട്. ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാതിലിന്റെ നേരെ നിന്ന് സമ്മതം ചോദിക്കരുത്. ഇനി സമ്മതം കിട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റിയിരുത്തിയാൽ തന്നെ വീട്ടിന്റെ ഉൾഭാഗത്ത് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗം കാണുന്ന വിധത്തിൽ ഇരിക്കരുത്. നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു, അന്യന്റെ വീട്ടിലെത്തിയാൽ നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണം. അവിടെ ഇങ്ങനെ ഒളിച്ച് അടുക്കളയിൽ എന്താ പരിപാടി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അത് അവർ കാണാത്ത സ്ഥലത്ത് ഇരിക്കലാണ് മാന്യത. പിന്നെ അവിടെ സ്ത്രീകളോടാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എങ്കിൽ വളരെയധികം സൂക്ഷിച്ചുകൊണ്ടാവണം. ഒരിക്കലും ഒരന്യ പെണ്ണുമായി മുഖാമുഖം നിന്ന് സംസാരിക്കുന്ന ശീലമുണ്ടാകരുത്. അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ പോലും താഴേക്ക് നോക്കി സംസാരിക്കണം. നേർക്കുനേരെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കരുത്. സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ തീരെ ലജ്ജയില്ലാത്ത പോലെയാണ്. ചില ജ്വല്ലറിയിലൊക്കെ ചെന്നാൽ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെറിയൊരു മേശ ഇങ്ങനെ കയ്യും കുത്തി നിന്നാൽ ഇനി 1 ഇഞ്ചിന്റെ വ്യത്യാസമുള്ള മറ്റവനുമായിട്ട്. ടെക്ടൈസിലാണ് പിന്നെ പറയും വേണ്ട, അവിടെ നിന്ന് എല്ലാം ഹലാലാണ്. ഇട്ടത് ഒഴിവാക്കിയിട്ട് മറ്റത് ഇട്ടു നോക്കാനും അതിനൊന്നും ഒരു വിരോധമില്ല. സ്ത്രീകളെ സമീപിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ, അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, വല്ല ഗൃഹോപകരണങ്ങളും വല്ല ചരക്കുകളും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന, നിങ്ങൾ അവരോടത് ചോദിക്കുക. മിൻ വറാഇ ഹിജാബ്, ഒരു തിരശീലക്ക് പിന്നിൽ നിന്നുകൊണ്ട്, ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട്. ഒരു വീട്ടിൽ ചെന്നിട്ട് നമുക്കൊരു കൈക്കോട്ട് വേണം, അല്ലെങ്കിൽ ഒരു കുട്ട വേണം, ഇത് കേട്ടാൽ ആളൊന്നിനും കൊള്ളണ്ട. ആ സംസാരത്തിൽ ആളാട് മയങ്ങിപ്പോവും. എത്ര വിദഗ്ധന്മാര് എത്ര ആളുകളുടെ പണം തട്ടിയെടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്? ഒരു വ്യവസായവും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അയാൾക്ക് എന്തറിയാം? ആളുകൾ എങ്ങനെ പറഞ്ഞു തള്ളിയിടണം. ഇതുപോലെ എത്രയോ പെൺകുട്ടികളെ നശിപ്പിക്കുകയും ചവച്ചു തുപ്പുകയും ചെയ്ത കശ്മലന്മാരുണ്ട്. അവരെടുത്തുള്ള ആയുധം എന്താണ്? ഈ ഒരൊറ്റ നാവാണ്. ഇങ്ങനത്തെ എത്ര ആളുകൾ. ഈ അടുത്ത് തിരൂരിൽ നിന്നൊരു റിപ്പോർട്ട്, കുറച്ച് 6 മാസമായി. തിരൂരിൽ വന്നിട്ട് കണ്ണൂർ ജില്ലയിലുള്ള ഒരു 17കാരി പെൺകുട്ടി ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. രാത്രിയായിട്ട് ഇവള് പോകുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പൊ ആരോ ഒന്ന് ഇടപെട്ടി ചോദിച്ചു, മോൾ എവിടെ ഉള്ളതാണോ? അപ്പൊ അവള് പറഞ്ഞു, ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരികയാണ്. എന്തിനാണ് ഇവിടെ വന്നത്? ഒന്നുമില്ല, ഞാൻ ഒരാൾ വരാൻ പറഞ്ഞിട്ട് വന്നത്. ആരാണത്? അങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ അവൾ അവസാനം പറഞ്ഞു, അത് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അതാരാണ് ആള്? ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ 3 കൊല്ലമായി ഇങ്ങനെ ഫോണിലൂടെ ബന്ധപ്പെടണം. അപ്പത്തെ അദ്ദേഹം വരാൻ പറഞ്ഞപ്പോൾ വന്നതാണെന്നാണ്. അങ്ങനെ ഇവർ നമ്പർ പിടിച്ചു വാങ്ങി. ആളെ പിടിച്ചു നോക്കുമ്പം 32 വയസ്സുള്ള 3 കുട്ടികളുള്ളൊരു ചങ്ങായി. ഇവള് 17 വയസ്സുള്ള, എട്ടും പൊട്ടും തിരിയാത്ത, എന്താണ് ജീവിതം, എന്താണ് ഭാവി, എന്താ വർത്തമാനം ഒന്നും അറിയില്ല. പക്ഷേ ചിലരുടെ വാചക കസർത്തുകളിൽ അകപ്പെട്ടു പോകുകയാണ്. ഇതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളെപ്പോഴും നിങ്ങളെ ഭാഗം ശ്രദ്ധിക്കണം. വഖുൽന ഖൗലം മഅറൂഫാ, ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ സംസാരിക്കണം. ആ ആയത്തിന് മഹാന്മാരായ നമ്മുടെ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കുന്ന വിശദീകരണം എന്താ? അവള് ഒരിക്കലും ഗൗരവം വിട്ട് സംസാരിക്കരുത്. വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഒരു ഉപകരണം ചോദിച്ചു വരികയാണ്, അല്ലെങ്കിൽ ഒരു വിഷയം അന്വേഷിച്ച് വരികയാണ്. നിങ്ങളെ ഭർത്താവ് ഇപ്പോൾ വരും, മഗ്‌രിബ് കൊടുത്തു, ആ മറുപടിയെ പറയാം. അവിടെ വരുന്ന ആളോട്, ആരാ നിങ്ങളെടോ കണ്ടമാതിരി തോന്നുന്നുണ്ടല്ലോ, ഒരു പരിചയം ഉണ്ടല്ലോ, നാൾ പോലും ചോദിക്കും, നിങ്ങളെടോ കണ്ടമാതിരി തോന്നുന്നുണ്ടല്ലോ, നിങ്ങൾ ആ പാർക്കിൽ അന്ന് നിങ്ങൾ ഉണ്ടായി, ഞങ്ങളൊന്നു നിങ്ങളെ ശരിക്കും പരിചയം ഉണ്ട്, നിങ്ങളെ ഇവിടെ അങ്ങോട്ട് പറയാ പരിചയം ഉണ്ട്. അപ്പോൾ തിരക്കല്ല, അങ്ങനെ ഉണ്ടല്ലേ, എന്നാ നിൽക്കട്ടെ. പിന്നെ ഇതൊക്കെ അടുക്കുമ്പോൾ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി കുടിക്കാൻ ഇളനീര് വേണോ, കഞ്ഞി മതിയോ, അല്ല ജ്യൂസ് അടിക്കട്ടെ, ഒക്കെപ്പാട് അടുത്ത് കേൾക്കുമ്പോൾ ഓൻ തന്നെ അങ്ങോട്ട് എന്താകുകയാണ്, ഇതിപ്പം നമുക്ക് പുറത്തത് കിട്ടുന്ന സാധനം എന്നാണ് തോന്നുന്നതാണ്. ആ ശൈലി എടുക്കാതെ കട്ടൻഡറി ആയിട്ട് പറയും, എന്താണ് വിഷയം, എന്താ വേണ്ടത്, അതിമത്ത് നിർത്തണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ചാഞ്ഞു കൊടുത്താൽ അപ്പം ഇങ്ങനെ ഇരുമ്പും കാന്തുമാണ് ആണും പെണ്ണെന്ന് പറഞ്ഞത്. അത് ഒഴിവാവണമെങ്കിൽ ഈ ശൈലി. അതിന് ഗൗരവ സ്വരത്തിൽ ഒരു പെണ്ണിന് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞത് കാണാം, വായന്റെ മേലെ കൈ വെച്ചിട്ട് മോണാക്ട് ഉണ്ടല്ലോ,
എന്ന മാതിരി കൈവച്ചിട്ട് പരിപരുത്ത സ്വരം ഉണ്ടാക്കണോളൂ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊരു ഗൗരവക്കാരിത്യാണെന്ന് തോന്നണം, ഇവിടെ ഒരു പരിപ്പും പോകില്ല എന്ന് ആ ഭാഷയിൽ തിരിയണം. ഇങ്ങനെയാണ് അന്യപുരുഷനോട് സ്ത്രീകൾ സംസാരിക്കേണ്ടത്, അല്ലാതെ കുഞ്ചിക്കുഴഞ്ഞല്ല. ഈ രീതിയിൽ ഇനി നമ്മൾ ചിന്തിക്കുക. ഇതിൻ്റെ പുറമെ നമ്മുടെ വീടുകളിൽ അന്യര് വന്നാൽ ഇപ്രകാരം നമ്മൾ പെരുമാറണമെന്ന് പറഞ്ഞു. ഇനി വീട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ ജോലിക്കാരുണ്ടാവും. അവിടെ ഉമ്മമാരെ, നിങ്ങളെ പെരുമാറ്റ ദൂഷ്യം അത് നിങ്ങളെ മാത്രം ബാധിക്കുന്നതാകില്ല. നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ നോട്ടങ്ങളും അതിനെ അപ്പടി ഒപ്പിയെടുക്കുന്ന നിങ്ങളെ പെൺകുട്ടികളെ പുറത്തുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരതിൽ നിന്നാണ് പാഠം പഠിക്കുന്നത്. വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് വെച്ച് വിളമ്പുന്ന ഉമ്മമാർ പുതിയാപ്പിളക്ക് നൽകുന്നതിനേക്കാൾ ഉന്നതമായ സൽക്കാരമാണ് പലപ്പോഴും ഈ ജോലിക്കാരുടെ ഇടയിലൂടെ നടന്നിട്ട് കൊടുക്കാറുള്ളത്. പുതിയാപ്പിളക്കൊക്കെ അവിടെ വെച്ചെടുത്ത് നോളിയെന്ന് പറയുള്ളൂ. ഇതിങ്ങനെ വയ്യക്കൂടെ നടന്നിട്ട് തൊട്ടുരുമിയിട്ട് അവിടെ പൊരിച്ചിട്ട് കൊടുക്കണം, ഉപ്പേരിട്ട് കൊടുക്കണം, മറ്റത് അതിട്ട് കൊടുക്കണം. ഇത് വെച്ചു കൊടുത്താൽ പോരെ. നിങ്ങളെന്തിനാ അവൻ്റെ തീറ്റാ മോളിൽ തിന്നണ അറിയാത്ത ആളുകളാ? തീറ്റ അറിയാത്തവരല്ലല്ലോ. അവരിടയിൽ കൂടെ ഇങ്ങനെ നടന്ന് കളിച്ചാലേ ഇത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു വരും. നിങ്ങളെ കുട്ടികൾ ഈ സംസ്കാരം പഠിക്കും. ഇത് ഒരു തലമുറയെ തന്നെ നാശത്തിലേക്ക് എത്തിക്കും. അതിനാൽ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അനുഗ്രഹം നിറഞ്ഞ വീടായി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിറഞ്ഞ വീടായി നമ്മുടെ വീട് മാറണമെങ്കിൽ അവിടെ അതാ അള്ളാഹിൻ്റെ റഹ്മത്ത് കയറി വരാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് സ്വഹാബത്ത് ഒരിക്കൽ പറയുന്നു, നബിയേ ഇന്നാ നഅ്കുലു വലാ നശ്ബിഉ, ഞങ്ങളതാ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, പക്ഷേ ഒന്നും മതിയാവുന്നില്ല. എപ്പം നോക്കിയാലും എന്തോ ഒരു പോരായ്മ, ഒരു ബറക്കത്ത് കുറവ് വീട്ടിൽ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബ നിങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കൽ ഒറ്റക്കൊറ്റക്കാണോ? അതങ്ങനെയാണ്. നമ്മളമാതിരി തന്നെ അല്ലേ. നമ്മളിപ്പോ 8 മണിക്ക് ഒരുത്തം വരും, ഓന് ഉമ്മ ചോറ് വിളമ്പി കൊടുത്തു. പിന്നെ 9 മണിക്ക് വേറെ ഒരുത്തം, ഓന് രണ്ടാമത് വിളമ്പി കൊടുത്തു. പിന്നെ 10 മണിക്ക് വാപ്പ, അതിന് വേറെ വിളമ്പി, കുട്ടിയൊക്കെ അതിൻ്റെ ഇടക്കിടക്ക് വേറെ. ഇങ്ങനെ വിളമ്പൽ തന്നെ ഉമ്മക്ക് പണി. ഈ സിസ്റ്റം പൊരേനാട് മാറ്റിവെക്കുക. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥിതി നമ്മളെ വീട്ടിൽ വരണ്ടേ? ആ മേശപ്പുറത്തിന് മേശക്ക് ചുറ്റുമുള്ള ആ വട്ടമേശാ സമ്മേളനം നമ്മളെ കുടുംബത്തിന്റെ പാർലമെന്റ് യോഗമായി നമ്മൾ കാണണം. അവിടെ വെച്ചാണ് വാപ്പക്ക് കുട്ടികളോട് പറയാനുള്ളത് പറയേണ്ടത്. അവിടെ വെച്ചാണ് കുടുംബത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ വരേണ്ടത്. കുട്ടിയുടെ കല്യാണത്തിന്റെ സമയമായിട്ടുണ്ട്, അതിൻ്റെ മാർഗമേത്, രീതി ഏത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയ ആ ഇരുത്തം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. വായിൽ ആഹാരം ഇട്ടുകൊണ്ട് സംസാരിക്കരുത്. അതൊഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയത്ത് വർത്താനം പറയും, ചർച്ചയൊക്കെ ചെയ്യാം. അങ്ങനെ പരസ്പരം ബന്ധം ഉണ്ടാക്കണം. ഇപ്പോഴോ വീടും കുടുംബം മൊത്തം ഭരിക്കേണ്ട പ്രസിഡന്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വാപ്പയാണ്. ആ വാപ്പ ഈ കുട്ടികളെ കാണില്ലെന്നില്ല. ചില വാപ്പമാരൊക്കെ പറയും, ഞാനൊക്കെ മക്കളെ വരച്ച വരലാണ് നിർത്തും, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഓൻ മുന്നിൽ കൂടെ വരും, ബാക്ക് കൂടെ വരാന്ന്. ഓന് പോകല അതിലൂടെ തന്നെ. ഞാനാരാന്നറിയാന്ന്? പുലിക്കോടനാണ്. ഈ വേറെ ആരാ? മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ വാപ്പൻ്റെ അടുത്ത് മക്കൾ വരണം. നമ്മളെ മുഖത്ത് നോക്കാതെ പുറംതിരിഞ്ഞു പോകുന്നവനല്ല. നമ്മൾ കുട്ടികളോടൊന്നിച്ച് നിൽക്കണം, അവരോട് അടുക്കണം, അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠ നേടണം. ഭീഷണിപ്പെടുത്തിയിട്ടും അവരെ പീഡിപ്പിച്ചുകൊണ്ടുമല്ല നാം നമ്മുടെ ഗമ നിലനിർത്തേണ്ടത് സ്നേഹത്തിലൂടെയാണ്. അതിനൊക്കെ അവസരമാണ് ഈ കൂട്ടമായിരുന്ന് ആഹാരം കഴിക്കൽ. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, എല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കും, ഒരു ദാരിദ്ര്യം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ ബറക്കത്തും നിഅമത്തും ഉണ്ടാകാൻ ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുക, എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ തീരുമാനം ഉണ്ടായാലും ടൈം വെക്കുക. രാത്രി ഭക്ഷണം എത്ര മണിക്കാ? 9 മണിക്കെന്ന് വെച്ചോളൂ. കുറച്ചുകൂടി നേരത്തെ ആക്കലാണ് നല്ലത് സാധാരണ, ഇപ്പം വയലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്ര മതി? ഒരു 8:30 മണിക്ക് ഇശാ കഴിഞ്ഞാൽ ഉടനെ വളരെ കുറച്ചുകൂടി നേരത്തെ കഴിക്കലാണ്. കഴിച്ച് അങ്ങനെ തന്നെ കിടക്കുന്നത് നല്ലതല്ല. ഭക്ഷണം കഴിച്ച് ഉടനെ പോയിട്ട് കിടന്നാൽ അത് ദഹനത്തെയൊക്കെ ബാധിക്കും. കുറച്ച് നേരത്തെ കഴിച്ചിട്ട് പിന്നെ ഒരു 9:30 ആകുമ്പോഴേക്കും ഉറങ്ങുന്ന രീതി, കൂടിയ 10 മണീൻ്റെ അപ്പുറത്തേക്ക് പോകാതെ ഉറങ്ങുക. ആ നിലക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം വെച്ചാൽ, നിങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഏതാ?
കുട്ടികൾ രാത്രി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അല്ലേ? ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വാപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ഒന്നിച്ചൂണ് കഴിക്കാൻ 8:30 മണിക്ക് തീൻമേശയിലെത്തണമെന്നൊരു നിയമം നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുട്ടിയെയും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. കൃത്യസമയത്ത് അവൻ വീട്ടിലെത്തും. അതൊരാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു ശീലമായി മാറുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിന് ഒരുപാട് രീതിയിൽ അത് അനുഗ്രഹമായി മാറുന്നു. രണ്ടാമതായി, നമ്മുടെ വീട്ടിൽ അനുഗ്രഹമുണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാക്കണം. ഉറങ്ങുന്ന ബെഡ് മാറ്റിക്കൊടുത്ത് പോന്നിട്ടേ ഉള്ളൂ. ആ വിരിപ്പിൽ ഉടനെ തന്നെ പിതാവ് മൂത്രമൊഴിച്ചാൽ, അല്ല വാപ്പ മൂത്രമൊഴിക്കാനുണ്ടെങ്കിലൊന്ന് പറഞ്ഞുകൂടെ? അതുപോലും വാപ്പയോട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. ഉമ്മ നീട്ടിത്തുപ്പിയപ്പോൾ അത് കോളാമ്പി ഉണ്ടായിട്ടും അതിൽ ശ്രദ്ധിക്കാതെ തുപ്പിയത് കൊണ്ടല്ലേ ഈ തറയിലായത്. എന്താ ഉമ്മ, തുപ്പാനുണ്ടെങ്കിൽ കോളാമ്പിയിൽ തുപ്പിക്കൂടെ? ഇത് ചോദിക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറയുന്നു. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉമ്മയോടും ബാപ്പയോടും മാന്യമായ വർത്താനം പറയണം. വാപ്പാ സാരല്ല, നിങ്ങളൊന്ന് നീങ്ങിക്കിടന്നാൽ ഞാൻ ഈ വിരിപ്പ് മാറ്റിത്തരാം. പ്രശ്നമല്ല ഉമ്മ, അത് ഞാൻ വൃത്തിയാക്കാൻ, സാരല്ല. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും എന്ത് അബദ്ധം സംഭവിച്ചാലും ഈ വിധത്തിലേ നമ്മൾ പറയാവൂ. അന്ന് അങ്ങനെയല്ലേ അവര് നമ്മോട് പറഞ്ഞത്? ഉമ്മനെ നമ്മൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഉമ്മക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ നല്ല സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല. കുളിച്ച് വൃത്തിയായി ഒന്നൊന്ന് അമ്മിഞ്ഞ തരാമെന്ന് കരുതി കയ്യിലെടുത്തപ്പോഴേക്ക് ഇരു കരങ്ങളിലേക്കും വിസർജിച്ചു കൊടുത്തില്ലേ നമ്മൾ? അന്നുമ്മ നമ്മളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ഉമ്മ തന്നതിന് ശേഷമല്ലേ ആ മാലിന്യം ഉമ്മ നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുള്ളത്. ആ ഉമ്മ അതേ അവസ്ഥയിൽ ഇന്ന് എത്തിയപ്പോഴേക്ക് എന്താ നമുക്ക് ശുണ്ഠി പിടിക്കാൻ, അവരെ പരിചരിക്കാനുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടോ? അള്ളാഹു പറയുന്നു, നിങ്ങൾ അവരോട് മാന്യമായ വാക്കു മാത്രം പറഞ്ഞാൽ പോരാ. വിനയത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. നോക്കൂ നിങ്ങൾ, വഖ്ഫിദ് ലഹുമാ ജനാഹ്, ചിറക് താഴ്ത്താൻ നമുക്ക് ചിറകുണ്ടോ? ആർക്കാണ് ചിറകുള്ളത്? അത് പക്ഷികൾക്കാണ്. ആ ചിറക് താഴ്ത്തണമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിനയമാണ്. കൂടെ തന്നെ അല്ലാഹു പറയുന്നു മിനദ്ദുല്ലി, വിനയത്തിന്റെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, വിനയത്തിന്റെ ചിറകാണ് താഴ്ത്തി കൊടുക്കേണ്ടത്. പോരാ മിനർ റഹ്മാ, അത് കാരുണ്യത്തിൽ ചാലിച്ചു വേണം. എന്തൊരു ഹൃദയസ്പർക്കായ സംസാരമാണ്! ഉമ്മയോട് വാപ്പയോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയല്ലേ? അങ്ങേയറ്റത്തെ വിനയത്തിന്റെ, താഴ്മയുടെ, ലാളിത്യത്തിന്റെ, സ്നേഹത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക. പക്ഷികൾ ചിറക് വിരിച്ചു കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിയമ്മയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മേലെ കാക്ക പറന്നാൽ, പരുന്ത് പറന്നാൽ മക്കൾക്ക് സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അത് ചിറക് വിരിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഇതുപോലെ ഉമ്മക്കും വാപ്പാക്കും ഏത് അർത്ഥത്തിലും സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ് അല്ലാഹു ഇതിലൂടെ പഠിപ്പിച്ചത്. മറ്റ് ചിലപ്പോൾ ഈ തള്ളക്കോഴി ചിറക് പൊക്കി കൊടുക്കുന്നത് എപ്പോഴാണ്? അതിന്റെ പുറത്തുകാരി അവർക്ക് ഉല്ലസിക്കാനാണ്, ചാടിക്കളിക്കാനാണ്, എന്തും ചെയ്യാനാണ്. ഇതുപോലെ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും പറയാനുള്ളതൊക്കെ പറയട്ടെ. എന്തു പറഞ്ഞാലും നമ്മൾ ആ രീതിയിൽ ഒരിക്കലും പ്രതികരിച്ചു പോകരുത്. എന്തിനാ നിങ്ങളത് പറയുന്നത് എന്ന ചോദ്യം പോലും ചെയ്യരുത്. എല്ലാം കേൾക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. നമ്മൾ കുട്ടികളായ കാലത്ത് അവരങ്ങനെയാണ് നമ്മളിൽ നിന്ന് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് അവസാനമല്ല പറഞ്ഞു, അവർക്ക് വേണ്ടി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, ചെറിയ കുരുന്നായി ഞാനിവിടെ വളർന്ന കാലത്ത് എനിക്കവര് സ്നേഹം തന്നിട്ടുണ്ട് റബ്ബേ, കാരുണ്യം തന്നിട്ടുണ്ട്. അതിനെനിക്ക് ഇനി പകരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയോടും വാപ്പയോടും നീ അങ്ങേയറ്റത്തെ കരുണ കാണിക്കണം പടച്ചവനെ എന്ന് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക കൂടി വേണം. ആ ഉമ്മയുമായി തെറ്റിപ്പിരിഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകരുത്. വാപ്പയുമായി മിണ്ടാതെ നിൽക്കുന്ന ഒരു വീടും ഉണ്ടാകരുത്. എല്ലാ അംഗങ്ങളും ഐക്യത്തോടെ, സ്നേഹത്തോടെ, അദബ് പാലിച്ച്, മര്യാദ പാലിച്ച് ഒന്നിച്ച് നീങ്ങുന്ന കുടുംബങ്ങളായി, വീടുകളായി ഈ മഹല്ലത്തിലെ മുഴുവൻ വീടുകളും മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനം ഇവിടെ തുറക്കപ്പെടും. വലോ അന്നഹും, അള്ളാഹു പറയുന്നു, വലോ അന്ന അഹ്ലൽ ഖുർആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു മഹല്ലത്ത് നിവാസികൾ, ഒരു ഗ്രാമപ്രദേശത്തുകാർ
അവരതാ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോരുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളുടെ പ്രളയം അവരെ നാട്ടിലേക്ക് ഞാൻ തുറന്നുവിടും. അതേ സമയത്ത് വലാകിൻ കസ്സബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ അവരെ ആ ചെയ്തി കാരണം നമ്മൾ അവരെ ശിക്ഷിക്കുകയാണ്. അവർക്ക് ആപത്തും മുസീബത്തും വരികയാണ്. അങ്ങനെയുള്ള വിപത്തുകളില്ലാത്ത നല്ല നാടായി മഹല്ലത്തായി നമ്മുടെ നാട് മാറാൻ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വേണം. അതിനാവശ്യമായി ഇത്തരം പരിപാടികളോട് സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും നമ്മുടെ പ്രഭാഷണവും നമ്മൾ കേട്ടതുമെല്ലാം പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു വലക്കൽ ശുക്റു ഹത്താ തർളാ. اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങൾ ഈ സമ്മേളിച്ചത് നീ സ്വീകരിക്കണേ അല്ലാഹ്.